ഹായ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ബാക്കിയായിട്ട് കുറച്ചും കൂടി ഒന്ന് രണ്ട് എളുപ്പവഴികളുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ചും കൂടി എളുപ്പം അതേ മെത്തേഡ് അതേ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് അത്രയും എളുപ്പമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആ ഒരു ടോപ്പിക്. നമ്മൾ വിചാരിക്കുന്ന അത്ര പാടൊന്നുമില്ല. നോക്കാം ഇതിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റും നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ മാറ്റി നിർത്തി ഞാൻ എളുപ്പവഴി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പവഴി പറഞ്ഞുതരാം. നമുക്കൊരു ടോട്ടൽ ട്രാൻസാക്ഷൻ നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് ആണെങ്കിൽ, ഞാൻ വിചാരിച്ചു എന്റെ ടോട്ടൽ CP ഒരു 200 രൂപയാണെങ്കിൽ എന്റെ ടോട്ടൽ SP എത്ര തന്നെയായിരിക്കും? 200 രൂപ തന്നെയായിരിക്കും. അതായത് എനിക്ക് ചെലവാകുന്ന പൈസ എനിക്ക് തിരിച്ചു കിട്ടും. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് തന്നെയായിരിക്കും എന്റെ ഇൻഡിവിജ്വൽ ലോസ്. ഇത് പെർസെൻറ്റേജ് അല്ല, ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് ലോസ്. എത്ര രൂപ ലാഭം കിട്ടുന്നോ അത്രയും രൂപ തന്നെ എനിക്ക് നഷ്ടം വരും. ഈ ഒരു ഒറ്റ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ആൻസർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നോക്കാം. ഇവിടെ എനിക്ക് പ്രോഫിറ്റ് 2 ഐറ്റം ഉണ്ടായിരുന്നു. ഒന്നിന്റെ പ്രോഫിറ്റ് എനിക്കൊരു 15 രൂപയും സ്വാഭാവികമായിട്ട് രണ്ടിനകത്ത് ലോസ് എത്രയായിരിക്കണം? 15 രൂപ തന്നെ ആയെങ്കിൽ മാത്രമേ എനിക്ക് എന്താവുള്ളൂ? സെല്ലിംഗ് പ്രൈസ് സെയിം ആവുള്ളൂ. കാരണം ഫസ്റ്റ് ഐറ്റം ആദ്യത്തെ രണ്ടിന്റെ CP 100 ആണെന്ന് വിചാരിച്ചാൽ ആദ്യത്തിന് 15 രൂപ ലാഭം കിട്ടി, 115 വിറ്റു. രണ്ടാമത്തെ 15 രൂപ നഷ്ടം പറ്റി, 85 രൂപയ്ക്ക് വിറ്റു. എന്റെ ടോട്ടൽ ട്രാൻസാക്ഷൻ എനിക്ക് എത്ര കിട്ടണം? 200 കിട്ടണം. എങ്കിൽ ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് എത്രയാണോ അത്രയും തന്നെ എനിക്ക് എന്ത് കിട്ടണം? ഇൻഡിവിജ്വൽ ലോസും കിട്ടണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വീണ്ടും. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കുക, നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് ടോട്ടൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് തന്നെയായിരിക്കും ഇൻഡിവിജ്വൽ ലോസ്. ആ ഒരു ബേസിക് കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. എങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിലേക്ക് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? X ആയിരുന്നു. സെക്കൻഡ് കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 9000 - X രൂപയായിരുന്നു. ആദ്യത്തെ പ്രോഫിറ്റ് എത്രയായിരുന്നു? നമുക്ക് പ്രോഫിറ്റ് അറിയില്ല, പ്രോഫിറ്റ് പെർസെന്റേജ് അറിയാം. 15% ആയിരുന്നു പ്രോഫിറ്റ്. എങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് എത്ര രൂപയായിരിക്കും? പ്രോഫിറ്റ് എത്രയാണോ CP അതിന്റെ 15% എന്റെ പ്രോഫിറ്റ്. അത് നമുക്കറിയാം. രണ്ടാമത്തതിന്റെ ലോസ് പെർസെന്റേജ് നമുക്കറിയാം, 12% ആണ് അല്ലേ? എങ്കിൽ ഇവിടുത്തെ ലോസ് എത്രയായിരിക്കും? എത്രയാണോ CP അതിന്റെ 88%. ലോസ് എത്രയാണോ അതിന്റെ 12% ആണ് ലോസ്. നമുക്ക് സെല്ലിംഗ് പ്രൈസ് അല്ല വേണ്ട, 12% ആയിരിക്കും ലോസ്. നമ്മൾ സെല്ലിംഗ് പ്രൈസ് എടുക്കുമ്പോഴാണ് നമ്മൾ എന്തെടുക്കുന്നത്? 88ഉം 150 എടുക്കുന്നത്. ഡൗട്ട് വരരുത്. സെല്ലിംഗ് പ്രൈസ് നമ്മൾ കുറച്ച് മുമ്പുള്ള ക്വസ്റ്റിന് സെല്ലിംഗ് പ്രൈസ് എടുത്ത് അത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് എടുത്ത് 100 മൈനസ് ലോസ് പെർസെന്റ് എടുത്ത്. ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ട് എത്ര ലോസ് ഉണ്ടെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നമുക്കറിയാം നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ആ കണ്ടീഷനിലെല്ലാം എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നോ അത് തന്നെയായിരിക്കും നമ്മുടെ ലോസ്. എത്രയാണോ പ്രോഫിറ്റ് അത് തന്നെയായിരിക്കും ലോസ്. എങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കിയാൽ എത്ര കിട്ടും? എന്റെ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ആയിരിക്കും. കാരണം എന്താ? ടോട്ടൽ CP ഈസ് ഈക്വൽ ടു ടോട്ടൽ SP ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കുക. ടോട്ടൽ CP ഈസ് ഈക്വൽ ടു ടോട്ടൽ SP ആണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഇൻഡിവിജ്വൽ ലോസ് തന്നെ. ഈ ഒരു കണ്ടീഷൻ ഒന്ന് വരച്ചൊക്കെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 15x/100 ആയിരുന്നു പ്രോഫിറ്റ്. അത് തന്നെയായിരിക്കും എന്റെ ലോസ്. എത്രയായിരുന്നു? 9000 - X ഇൻറ്റു 12/100 അല്ലെ? 100 ഒഴിവാക്കാം. എങ്കിൽ എത്ര കിട്ടും? ഇവിടെ ഒരു -12x ഉണ്ട്, അത് റൈറ്റ് സൈഡിലേക്ക് വന്നാൽ 15x + 12x എത്ര കിട്ടും? 27x ഇസ് ഈക്വൽ ടു 9000 ഇൻറ്റു 12 എന്ന് വരും. ഈ 12 അകത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 12 × 9000 ഇൻറ്റു 12 × -x. ആ -12x ഇപ്പുറത്തേക്ക് വരും, +12x ആവും. 15x + 12x എത്ര കിട്ടും? 27x ആവും. എങ്കിൽ എക്സിന്റെ വരെ എത്ര കിട്ടും? 9000 ഇൻറ്റു 12/27. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് 9 × 27 പോകുന്നു, 3 കിട്ടി, 3 × 12 പോകുന്നു, 4 കിട്ടി. ആൻസർ എത്ര കിട്ടി? 4000 കിട്ടി. നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസിലായിരുന്നു ഇത് കണ്ടുപിടിച്ചത്. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? അതിന്റെ പ്രോഫിറ്റും ലോസും മാത്രം എടുത്ത് അതിനെ ഇക്വേറ്റ് ചെയ്തും സോൾവ് ചെയ്യുന്നു. നമ്മൾ ചെയ്തപ്പോൾ നേരത്തെ വലിയ നമ്പറൊക്കെ വന്നത്. ഇപ്പം വലിയ നമ്പറൊന്നും വേണ്ട, നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ചെറിയ നമ്പർ മതി. അവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഓപ്ഷൻ എ 4000 തന്നെ കിട്ടും. വളരെ ഈസിയാണ്, ഇങ്ങനെയും കണ്ടുപിടിക്കാം. എങ്കിൽ ഇതേപോലെ നമുക്ക് ഈ ഒരു ഇത്രയും പോലും സ്റ്റെപ്പ് എടുക്കാതെ കുറച്ചും കൂടി വേഗത്തിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം? ഞാനിപ്പോൾ 2 മെത്തേഡ് പറഞ്ഞു. ഇനി എന്റെ മൂന്നാമത്തെ മെത്തേഡാണ് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിലേക്ക് പോവാണ്, ഷോർട്ട് കട്ടിലേക്ക് പോവാണ്. കാരണം അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ എക്സാമിന് വേഗത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിലും വേഗത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാൻ വരുന്നു. എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അത്ര തന്നെ പ്രോഫിറ്റ് പെർസെന്റ് അല്ല, പ്രോഫിറ്റ് കിട്ടുന്നത് അത്ര തന്നെയായിരിക്കും ലോസും. എപ്പോൾ? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. അത് നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് ടോട്ടൽ ട്രാൻസാക്ഷൻ. എങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയായിരുന്നു?
എത്രയാണോ കോസ്റ്റ് പ്രൈസ്, ഞാൻ ഇവിടുത്തെ CP X ആയിട്ടും മറ്റേ 9000 മൈനസ് X ആയിട്ടും ഒന്നും എടുക്കുന്നില്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഇത് ശീലിച്ചാൽ മതി. എത്രയാണോ ആദ്യത്തെ CP അതിന്റെ 15% ആണ് എനിക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. ആദ്യത്തെ CPന്റെ 15%. രണ്ടാമത്തെ ലോസോ, എന്താണോ രണ്ടാമത്തെ CP അതിന്റെ 12% ആണ് എനിക്ക് എന്ത് സംഭവിക്കുന്നത്, ലോസ് കിട്ടുന്നത്. ഈ ഒരു കാര്യം മനസ്സിലായോ? അതായത് ടോട്ടൽ ട്രാൻസാക്ഷൻ നെയ്തർ പ്രോഫിറ്റ് നോ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര കിട്ടുമോ അതായിരിക്കും ലോസ്. ഞാനിവിടെ ഫസ്റ്റ് CPക്ക് എക്സും സെക്കൻഡ് CPക്ക് 9000 മൈനസ് എക്സ് കിട്ടാണ് കുറച്ച് മുമ്പ് ചെയ്തത്. പക്ഷെ അതുപോലും ചെയ്യാണ്ട് 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയായിരുന്നു? ആദ്യത്തെ CP ഞാൻ CP1 ആയിട്ടും രണ്ടാമത്തെ CP ഞാൻ CP2 ആയിട്ടും എടുത്തു. എങ്കിൽ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള എല്ലാം ഒഴിവാക്കാമല്ലോ. ഇനി 15 12 ഒഴിവാക്കാം. അതിന് മുമ്പിട്ട് ഇതിനെ CP1/CP2 എന്ന് എഴുതിയാൽ നമുക്ക് CP1 എത്ര കിട്ടും, 12 കിട്ടും. CP2 എത്ര കിട്ടും, 15 കിട്ടും. ഇതൊക്കെ നമുക്കറിയാം. 12/15 അല്ലെങ്കിൽ എത്ര കിട്ടും, 4/5 എന്ന് കിട്ടും. അതിനെ 4/5 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം കോസ്റ്റ് പ്രൈസ് 1 4 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 2 5 കിട്ടും. അതായത് കോസ്റ്റ് പ്രൈസ് 1 കോസ്റ്റ് പ്രൈസ് 2 4:5 എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഞാൻ എഴുതുന്നത്. ഇതൊക്കെ മൈൻഡ് ചിന്തിച്ചാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ആദ്യത്തെ CP 4 ആണെങ്കിൽ ഉറപ്പായിട്ട് രണ്ടാമത്തെ CP 5 ആയിരിക്കും. നമുക്കിവിടെ ഒരു കാര്യം കൂടി അറിയാം, ടോട്ടൽ CP എത്രയാണെന്ന്, 9000 റുപ്പീസ് ആണെന്ന്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് CP ആണ്. ഒറ്റ സെക്കൻഡ് മതി. കോസ്റ്റ് പ്രൈസ് 1 ആണെങ്കിൽ എത്രയാണോ ടോട്ടൽ, ഇൻഡിവിജ്വൽ വാല്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ ഇൻറ്റു ഇൻഡിവിജ്വൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ഞാൻ പണ്ട് റേഷ്യോക്കത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? മൊത്തം 9000 രൂപയായിരുന്നു ടോട്ടൽ CP. അതിനെ മൊത്തം 9 ആയിട്ട് ഭാഗിച്ചാൽ അതിൽ 4 ഭാഗമായിരിക്കും ആദ്യത്തെ CP. വേറെ ഒന്നും ചെയ്യേണ്ട. എത്ര കിട്ടും? 4000 റുപ്പീസ് കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ എഴുതിയത്. മൈൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് മൈൻഡിൽ ഈസി ആയിട്ട് ചെയ്യാം. വേറെ സ്റ്റെപ്പ് ഒന്നും വേണ്ട. ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ കാണുന്നു 15% 12%. ഇത് കുറച്ചും കൂടി എളുപ്പത്തിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ആദ്യത്തെ ആർട്ടിക്കിളിന് 15ഉം രണ്ടാമത്തെ ആർട്ടിക്കിളിന് 12 ലോസും ആണെങ്കിൽ നേരെ തിരിച്ചും കിട്ടാൻ മതി. അതായത് ആദ്യത്തേന്റെ റേഷ്യോ 12ഉം രണ്ടാമത്തെ റേഷ്യോന്റെ 15ഉം കുറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആദ്യത്തേന്റെ റേഷ്യോ 12ഉം രണ്ടാമത്തേന്റെ റേഷ്യോ 15 ആട്ടം കഴിഞ്ഞാൽ അതിനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കുക. ഒറ്റ സ്റ്റെപ്പായി കിട്ടുന്ന റേഷ്യോ ടോട്ടൽ CP ഡിവൈഡ് ചെയ്താൽ മതി, ഇൻഡിവിജ്വൽ CP കിട്ടും. വളരെ ബേസിക് കൺസെപ്റ്റ് ഓഫ് റേഷ്യോ. ഇത് വെച്ച് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത നമുക്ക് വലിയ വലിയ ഇക്വേഷനും ഒരു 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷനും ഒന്നുമില്ല. ജസ്റ്റ് റേഷ്യോ വെച്ച് നമുക്ക് ഇതിന് ആൻസർ കിട്ടും. ആൻസർ 4000. വളരെ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലത്തെ എളുപ്പവഴികൾ പഠിക്കുക ബേസ് ആയിട്ടും. കാരണം ഈ ഒരു മെത്തേഡ് നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉപയോഗിക്കുന്ന രീതിയിലല്ല, റേഷ്യോ കൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഈസി ആയിട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കിയേക്കുക. നമുക്ക് അടുത്ത 1-2 ക്വസ്റ്റ്യനോട്ട് കാണാം. ഹായ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് അതിനെ കുറച്ച് എളുപ്പവഴികളോട് പറഞ്ഞുതരാം. ഓർക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹550 എ മാൻ ഗെയിൻസ് 10%. വാട്ട് ഷുഡ് ബി ദി സെല്ലിംഗ് പ്രൈസ് ഇഫ് ഡിസൈഡ് പ്രോഫിറ്റ് ഈസ് 20%? എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്? നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഒരാള് 550 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്, ആ സാധനം വിറ്റത്. അങ്ങനെ വിറ്റപ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചു? ഒരു 10% പ്രോഫിറ്റ് കിട്ടി. എങ്കിൽ ഇതേ സാധനം അയാൾ ഒരു 20% പ്രോഫിറ്റിനാണ് വിൽക്കുന്നതെങ്കിൽ ആ പറഞ്ഞ ഐറ്റത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാകും, അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ്. വളരെ ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സാധാരണ മെത്തേഡ് കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. എന്തായിരുന്നു? ഈ പറഞ്ഞൊരു ഓർഡറിൽ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ എളുപ്പവഴി കൂടി ഞാൻ പറഞ്ഞുതരാം. എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് 1. ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? കുറച്ച് വേഗത്തിൽ പോകാം. നമുക്കിപ്പോൾ ഏകദേശം ഐഡിയ ഒക്കെ ആയി. 550 റുപ്പീസിനാണ് ഞാനത് വിറ്റത്. അങ്ങനെ വിറ്റപ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. എത്ര പെർസെന്റേജ്? 10% പ്രോഫിറ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ 550 വിറ്റത്. അത് ഓർക്കുക. 10% ലാഭത്തിന് വിറ്റപ്പോഴാണ് 550 കിട്ടിയത്. മൈൻഡിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ഏതോ ഒരു CPന്റെ 10% എക്സ്ട്രായിൽ വിറ്റപ്പോഴാണ് 550 വിറ്റത്. എങ്കിൽ CPന്റെ ഇക്വേഷൻ എന്താ? 100 SP, അതായത് 550 × 100 SP ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് 110. ഇക്വേഷൻ നമുക്കറിയാം. 100 SP ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. 110ഉം 550 പോയി എത്ര കിട്ടും? 5 കിട്ടും. 5 × 100 എത്ര കിട്ടും? 500 കിട്ടും. അതായത് എന്റെ CP ഞാൻ 500 രൂപയ്ക്ക് സാധനം മേടിച്ചു. അതിന്റെ 10% ലാഭം കിട്ടുന്ന രീതിയിൽ ഞാൻ വിറ്റു. 500ന്റെ 10% എത്രയാ? 50 രൂപ. 50 രൂപ ലാഭത്തിന് വിറ്റു. എങ്കിൽ എത്ര രൂപയ്ക്ക് വെക്കണം? 500 + 50 550 രൂപയ്ക്ക് ഞാൻ വിറ്റു. അപ്പൊ ആ ഒരു കണ്ടീഷൻ എല്ലാം ഓക്കെ സെറ്റായി. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്: ഞാനിത് 10% രൂപയ്ക്കല്ല വിൽക്കുന്നത്, 10% അല്ല വിൽക്കുന്നത്, അതൊരു 20% പ്രോഫിറ്റിനാണ് ഞാൻ വിൽക്കുന്നതെങ്കിലോ?
ഒരു 20% പ്രോഫിറ്റിനാണ് വിൽക്കുന്നതെങ്കിൽ ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. എത്ര രൂപയ്ക്ക് വിൽക്കണം? 500 രൂപയായിരുന്നു എന്റെ CP. അതിന്റെ 20% എടുത്താൽ മതി. 120/100. എന്റെ സെല്ലിംഗ് പ്രൈസ് 2 എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 2 500ന്റെ 120/100. 100 00 പോയി 120 × 5 12 5 എത്ര കിട്ടും? 60 കിട്ടും. അപ്പൊ 120ന്റെ 5 എത്ര കിട്ടും? 600 കിട്ടും. അപ്പം ഇതിന് സെല്ലിംഗ് പ്രൈസ് 2 എത്ര കിട്ടി? 600 രൂപ കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടും? 600 റുപ്പീസ്. ഓപ്ഷൻ ബി ആൻസർ കിട്ടും. നമുക്ക് സാധാരണ ഈ മെത്തേഡ് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ഇതല്ല ആവശ്യം. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന എളുപ്പവഴി എന്താണെന്ന് നോക്കാം. എളുപ്പവഴി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തത് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് മാറ്റുന്നു. പക്ഷെ അത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആകെ അറിയാവുന്ന നമ്പർ 550 ആണ് അല്ലേ? നമ്മൾ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഇത് സെല്ലിംഗ് പ്രൈസ് ആണെന്നറിയാം. ഈ സെല്ലിംഗ് പ്രൈസിനെ കോസ്റ്റ് പ്രൈസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പ്രോഫിറ്റ് 10% നിൽക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100/110 ചെയ്താൽ എന്താകും? ഇത് CP ആകും. എങ്കിൽ ആ CPനെ ഇനി 20% പ്രോഫിറ്റിൽ വിൽക്കുമ്പോൾ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് ആക്കാൻ എന്ത് ചെയ്യണം? എന്താണോ ആ CP അതിന്റെ 120/100 ചെയ്താൽ മതി. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ആകും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കപ്പെടേണ്ട സെല്ലിംഗ് പ്രൈസ്. ഇത് ചെയ്ത ആൻസർ ആയി. ചെയ്യാൻ വലുതായിട്ടൊന്നുമില്ല. 100 ക്യാൻസൽ ചെയ്യുക. പിന്നെന്താ ഈ 11ഉം ഈ 55 അല്ലെങ്കിൽ 00 ക്യാൻസൽ ചെയ്ത് 5 കിട്ടി. 5 × 120 എത്ര കിട്ടി? 600 കിട്ടി. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഒരു പേപ്പറിന്റെ പേനയുടെ പോലും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കാര്യം ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് നമ്മൾ നോക്കുന്നു. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 550 റുപ്പീസ് ആണ് സെല്ലിംഗ് പ്രൈസ്. ഇതിനെ CP ആക്കാൻ എന്ത് ചെയ്യണം? ഒരു സെല്ലിംഗ് പ്രൈസിനെ CP ആക്കാൻ ഇൻറ്റു 100/100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. ഇവിടെ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാ? 110 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ കിട്ടും. ഇനി ഈ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 20% പ്രോഫിറ്റിൽ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് ആക്കണം. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സെല്ലിംഗ് പ്രൈസ് എന്താണോ CP അതിന്റെ 120/100% ചെയ്യും. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നില്ല, ഒറ്റ സ്റ്റെപ്പിലും ചെയ്യുന്നു. അതിന്റെ 120/100 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസൈഡ് സെല്ലിംഗ് പ്രൈസ് കിട്ടും. സോൾവ് ചെയ്താൽ മതി. ആൻസർ എത്ര കിട്ടും? 600 കിട്ടും. അപ്പൊ ഇതുപോലെ ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കാതെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടി, അതിനെ CP ആക്കാൻ അറിയാം. കിട്ടിയ CPനെ വീണ്ടും നമുക്ക് എന്താക്കാൻ അറിയാം? സെല്ലിംഗ് പ്രൈസ് ആക്കാൻ അറിയാം. നമുക്ക് പ്രോഫിറ്റോ ലോസോ പെർസെന്റേജ് ഉണ്ടെങ്കിൽ തിരിച്ച് മറിച്ച് കിട്ടാൽ മതി. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു മെത്തേഡൊക്കെ ഓർത്ത് വെച്ചാൽ നമ്മുടെ സമയം നമുക്ക് കുറച്ചും കൂടി കൺസ്യൂം ചെയ്യാൻ പറ്റും, വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. എങ്ങനെ? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനെ ആദ്യം CPയിലേക്ക് കൺവേർട്ട് ചെയ്യുക, പിന്നെ SPയിലേക്ക് കൺവേർട്ട് ചെയ്യുക, പിന്നെ വീണ്ടും CPയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുക്കാണ്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇക്വേഷൻ ആക്കി ചെയ്ത് വെട്ടിക്കളഞ്ഞ് സോൾവ് ചെയ്ത് ചെയ്താൽ അത്ര എളുപ്പമാണ്. എന്നുവെച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാം. 100 വെട്ടിക്കളഞ്ഞു. 110ഉം 550 വെട്ടി 5 കിട്ടി. ഇനി 5 110 5 × 12 എത്ര കിട്ടും? 5 × 12 60 കിട്ടും. പിന്നെ 0 600 കിട്ടും. അപ്പൊ അതൊക്കെ നോക്കി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യൻ വേഗത്തിൽ ആൻസർ ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്തപ്പോഴോ 2 3 4 സ്റ്റെപ്പ് എടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിലോ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. പക്ഷെ ഈ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ടൊരു ഐഡിയ, ഒരു ബന്ധം വേണം. എന്താണ് CP? എന്ത് ചെയ്താൽ SP കിട്ടും? ആ സെല്ലിംഗ് പ്രൈസിന് എന്ത് ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്തൊക്കെ വരും? ആ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, ആ ബന്ധം അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. എങ്കിലേ നമുക്ക് ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും വേഗത്തിൽ ആൻസർ ചെയ്യാൻ നമുക്ക് മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ ഓടി വരുള്ളൂ. അല്ലാതെ വല്ലപ്പോഴും ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് എനിക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയെങ്കിലേ ഇതിന്റെ ഒരു ഐഡിയ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എത്ര വേണേലും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളും കൂടി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് പഠിച്ചു തരണം. പഠിച്ചെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ഇതിന്റെ ബെനിഫിറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. ശരി.